എന്തായി പാക്കിങ്? ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. അതൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ മോളുടെ ഫുഡ്, പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. മോളുടെ എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. അവൾക്ക് വേണ്ടുന്ന ബുക്സും കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. അങ്ങനെ ഏകദേശം എല്ലാം സെറ്റാണ്. ഇനി പോയാൽ മാത്രം മതി. പാക്കിംഗ് ഒക്കെ ഫുൾ കംപ്ലീറ്റ് ആയി. അപ്പം ഇനി നമുക്ക് എയർപോർട്ടിൽ നിന്ന് കാണാം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ എവിടേക്കാണ് പോണേന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഇറ്റലിയിലോട്ടാണ് പോകുന്നത്. ഒരു 3 to 4 days ട്രിപ്പാണ്. ഞങ്ങൾ ഇറ്റലിയിൽ പിസയും വെനീസും കൂടെ ഒന്ന് കറങ്ങാനുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ പോണത്. അപ്പോൾ ഈവനിങ് ആയിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എയർപോർട്ടിലോട്ട് ഷട്ടിൽ ബസ് ഉണ്ട് കേട്ടോ, ഡയറക്റ്റ് എയർപോർട്ടിലോട്ട്. അപ്പം ഞങ്ങൾ അതിനാണ് പോണത്. സംഭവം ഞങ്ങൾ കുറച്ചധികം ലേറ്റായി, കാരണം ബസ്സിന് പോയതുകൊണ്ട് തന്നെ ഇച്ചിരി ബ്ലോക്കൊക്കെ കിട്ടി. ശരിക്കും പറഞ്ഞാൽ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എങ്ങനെയാണ് എത്തിയെന്ന് ഞങ്ങൾക്കേ അറിയുള്ളൂ, കാരണം അത്രയും ഡിലേ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലിയും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 2 ഫാമിലി ആയിട്ടാട്ടോ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ബാക്കി കണ്ടോളൂ. സിക്സ് 45 ആക്ച്വലി ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഞങ്ങളൊരു 6:30 ആയപ്പോഴത്തേക്ക് തന്നെ അവർ ബോർഡ് ചെയ്തു. ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. പിന്നെ ഈ ടേക്ക് ഓഫും ലാൻഡിങ്ങും ആണ് കേട്ടോ എനിക്ക് ഫ്ലൈറ്റിൽ ഏറ്റവും ഇഷ്ടം. ബാക്കി എല്ലാ ടൈമും ബോറടിയാണ്. സ്റ്റോക്ക്ഹോം ടു ഇറ്റലി ഓൾമോസ്റ്റ് 3.5 hours ജേണിയാണുള്ളത്. ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ ബോറടിയാണ്. അപ്പോൾ നമുക്കൊരു ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ്ങും കൂടെ ഒന്ന് കണ്ടാലോ. പകൽ വെളിച്ചത്തിലാണ് ടേക്ക് ഓഫ് ചെയ്തെങ്കിലും ഞങ്ങൾ ഇറ്റലി എത്തിയപ്പോൾ ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അവിടെ ഏകദേശം ഒരു 9:30 ഒക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ എത്തിയത്. ഞങ്ങൾക്ക് നൈറ്റിൽ നല്ല മൂൺ വ്യൂ ആയിരുന്നു. അതായത് ഞങ്ങൾ ഇരുന്ന സൈഡിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ സൺസെറ്റും. അപ്പോൾ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുള്ള വ്യൂ കൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല അടിപൊളി സ്കൈ ആയിരുന്നു അന്ന് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറേയൊന്നും ബോറടിച്ചില്ല. കുറേ നേരം പുറത്തോട്ട് നോക്കിയിരുന്നു. ഞങ്ങൾ ഫൈനലി ഇറ്റലി പിസയിൽ ലാൻഡ് ചെയ്തു. പിസയിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. തിരിച്ചു വരുമ്പോൾ വെനീസിൽ നിന്നാണ് കേട്ടോ ഫ്ലൈറ്റ് എടുത്തത്. ഇതും എയർപോർട്ട് ഒരു ഷട്ടിൽ മെട്രോ എന്നൊക്കെ പറയാം. പക്ഷേ ഈ മെട്രോയിൽ ഡ്രൈവറില്ല. അത് ഞാൻ കയറിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തോട്ടുള്ള മെട്രോ ആട്ടോ ഇത് എന്താ പറയുക, പല ടൈമിങ്സിലുണ്ട്. അതായത് 10 മിനിറ്റ് കൂടുമ്പോഴൊക്കെ ഉണ്ട്. എയർപോർട്ടിൽ നിന്ന് നടക്കേണ്ട ദൂരത്തിലാട്ടോ ഈ ഒരു മെട്രോ സ്റ്റേഷൻ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഈസിലി എല്ലായിടത്തും ആക്സസ് ചെയ്യാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഡ്രൈവർലെസ് മെട്രോ. ഇതിന് ഡ്രൈവറില്ല. ഒരു കുഞ്ഞ് എന്താ പറയുക, ഒരു ബോഗിയുടെ അത്ര വലുപ്പമേ ഉള്ളൂ. എനിക്കെന്തോ ഒരു ഗെയിമിൽ പോകുന്ന പോലെയാണ് കേട്ടോ തോന്നിയത്. നല്ല രസമായിരുന്നു. വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അന്ന് ഭയങ്കര ടയേർഡായിരുന്നു, കിടന്നുറങ്ങി. പിന്നെ ഞാൻ റൂം ടൂർ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ്. അപ്പോൾ ഒന്ന് റൂം ടൂറും കണ്ടിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് ഡൈനിങ് ടേബിളും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി അവിടുന്ന് ഉള്ളോട്ട് വന്നാൽ കിച്ചൺ ഉണ്ട്. കാണിച്ചു തരാം. കിച്ചണിൽ അത്ര സ്പേഷ്യസ് ഒന്നുമില്ല, എന്നാലും നമുക്ക് ആവശ്യത്തിന് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും.
ഇഷ്ടംപോലെ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കുള്ള പ്ലേറ്റ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഫ്രിഡ്ജ് ഉണ്ട്, ഓവൻ ഉണ്ട്, എല്ലാം കിച്ചണിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ട്. പിന്നെ ടോട്ടലി ഇവിടെ 3 ബെഡ്റൂം ഉണ്ട്. അതിൽ ഒരു ബെഡ്റൂം ഇതാണ്. ഈ ബെഡ്റൂമും ഇവിടെ ഉള്ള 2 റൂമിന്റെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്ര വലിയ സ്പേഷ്യസ് അല്ല. ഞങ്ങൾ 2 ഫാമിലി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആ 2 വലിയ റൂമാട്ടോ യൂസ് ചെയ്തത്. ഇത് ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. ഇവിടെ ഒരു ബാൽക്കണി പോലത്തെ ഒരു സെറ്റപ്പ്. യെസ്, ഇതാണ് ബാത്റൂം. ഇതാണ് ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമും തൊട്ടപ്പുറത്തുള്ള ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആട്ടോ. നമുക്ക് എല്ലാം ഉണ്ട്. ഇവിടെ ഷെൽഫും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ ഒരു വിൻഡോ വരുന്നത് വലിയ വിൻഡോ ആണ്. ഇനി മറ്റേ റൂമിലോട്ട് പോകാം. ഇതാണ് അടുത്ത റൂം. ഇവിടെ ഒരു മിററും പിന്നെ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റൂമും അത്യാവശ്യം സ്പേഷ്യസ്. അപ്പം ഇതാണ് നമ്മുടെ എയർബിഎൻബിയുടെ റൂം. അത്യാവശ്യം വളരെ സ്പേഷ്യസ് ആയിരുന്നു, കംഫർട്ടബിൾ ആയിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം ഇനി നമുക്ക് പുറത്തോട്ട് ഉള്ള കാഴ്ചകൾ കാണാം. ഓക്കെ.